ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് രാവിലെ പത്തിരി മുട്ടക്കറി ഉണ്ടാക്കിയത്. ഞാൻ പത്തിരി ആദ്യം ഉണ്ടാക്കി വെച്ചു, എന്നിട്ട് പിന്നെയാണ് മുട്ടക്കറി ഉണ്ടാക്കിയത്. മുട്ടക്കറി ഒരു പ്രത്യേക ഒരു മുട്ടക്കറിയാണ്. ആദ്യം ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുക, എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ഇടുക. വെളുത്തുള്ളി ചതച്ചത് ഇട്ട് നല്ല വഴഞ്ഞു വരുമ്പോൾ പിന്നെ ഇടുന്നത് ഇഞ്ചി പേസ്റ്റാണ്. ഞാൻ ഇഞ്ചി പേസ്റ്റാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു, അതാണ് ഇടുന്നത്. അത് കാരണമാണ് അതൊരു കളർ വ്യത്യാസം. ഇഞ്ചി പേസ്റ്റാണ്. അതുകൊണ്ട് ഇഞ്ചി പേസ്റ്റ് ഇട്ടതിന് ശേഷം അതിലേക്ക് നല്ല വഴഞ്ഞ് വരുമ്പോൾ നല്ല മണം ഉണ്ടാവും ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ചൂടാക്കുമ്പോൾ. എന്നിട്ട് അതിലേക്ക് പിന്നെ വലിയ ഉള്ളി ഇല്ല, അത് ചെറുതായി അരിഞ്ഞ് അതിലേക്ക് ഇടുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കണം. ഇളക്കി കഴിഞ്ഞാൽ പച്ചമുളകാണ് ചേർക്കണത്. പച്ചമുളകും നല്ല വഴഞ്ഞ് വട്ടത്തിലരിഞ്ഞ് പച്ചമുളക് ഇടുന്നത്. പിന്നെ തക്കാളി ചേർക്കുന്നുണ്ട്. തക്കാളി ഇതൊക്കെ വഴഞ്ഞ് വരുന്ന നല്ല വഴറ്റണം. അപ്പോഴേക്കും നമുക്ക് നാളികേരം അരച്ചെടുക്കുക. നാളികേരം ആദ്യം ചെറിയ ഉള്ളി മിക്സിയിലിട്ടിട്ട് നാളികേരം ഇടുക. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് പെരുംജീരകം ഇടുന്നുണ്ട്, വലിയ ജീരകം. അത് ഇടുന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു മണമാണ്. എന്നിട്ട് അത് ഇടുക. എന്നിട്ട് നല്ലതുപോലെ നൈസായിട്ട് അരച്ചിട്ട് ഈ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല വഴഞ്ഞെന്ന് വേണ്ട കരിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒരു നുള്ളി ഉപ്പ് ഇടണം. നല്ലതുപോലെ വഴഞ്ഞെന്ന് വേണ്ട ഈ അരപ്പ് അതിലേക്ക് ഒഴിക്കുക. അരപ്പ് നല്ല കട്ടിയിലരിണ്ടാണ്. അപ്പോൾ കുറച്ചും കൂടി നമ്മൾ മിക്സിയിലൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി അതിൽ ഒഴിച്ച് വിടണം. കുറച്ച് ലൂസാക്കിയിട്ട് വേണം ഉണ്ടാക്കാൻ. പിന്നെ അതിൽ കോഴിമുട്ട പുഴുങ്ങല്ല ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഓംപ്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ മുട്ട 2 എടുക്കുക. എന്നിട്ട് നല്ലതുപോലെ കടയുക. എന്നിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് സാധാരണ ഓംപ്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുകയും ചെയ്യുന്നത്. സാധാരണ മറിച്ചിടുന്ന പോലെ മറിച്ചിടുക. ഒരു ചെറുതായിട്ട് ചെറിയ കൊത്താക്കിയിട്ട് കോഴിമുട്ട നല്ല ചെറിയ പീസാക്കണം. എന്നിട്ട് ഈ കറിയിലേക്ക് ഇടുക. ഇട്ടതിന് ശേഷം നല്ല ഇളക്കിയെടുക്കുക. തിളച്ച് വരുമ്പോൾ കറി തിളച്ച് വരുമ്പോൾ വേണം ഇത് തിളച്ച് വരുന്നതോട് കൂടി നമ്മൾ ഈ ഓംപ്ലേറ്റ് ചിക്കിയതില്ല, കോഴിമുട്ട ചിക്കിയത് അതിലേക്ക് ഇടുക. പിന്നെ ഞാനിടുന്നത് മല്ലിത്തലയാണ്. ഈ മല്ലിത്തല ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാണ്. അത് നീളത്തിലൊരു ഇലയാണ്, അതിൻ്റെ പേര് എനിക്കറിയില്ല. അതാണത് മല്ലിയിലക്ക് നല്ല മല്ലിയിടത്തെ പോലെ തന്നെ മണം തന്നെയാണത്. അങ്ങനെ അത് കൂട്ടിയിട്ട് എൻ്റെ അമ്മ ചെറുപ്പത്തിലെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്ന മുട്ടക്കറി. അങ്ങനെ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് നിന്നാണ് ഇത് പഠിച്ചത്, ഈ മുട്ടക്കറി ഉണ്ടാക്കണത്. അങ്ങനെ പത്തിരിയിലേക്കും അതുപോലെ നൂൽപുട്ടിലൊക്കെ നല്ല ടേസ്റ്റാണ്. കോഴിമുട്ട അങ്ങനെ പൊരിച്ച മണത്തിൽ നല്ല ടേസ്റ്റും കഴിക്കുക. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ.